നമ്മുടെ 2025 ലാസ്റ്റ് ആണ് കേട്ടോ. രാത്രി ഒരു 8:30 നേരത്തെ ഞാനും ഏട്ടനും ഉണ്ണിയും കൂടെ ജസ്റ്റ് ഒരു നൈറ്റ് ഡ്രൈവിന് പുറത്ത് പോവാണേ. ഒരു കുഞ്ഞു സങ്കടം ഉണ്ട്, നമ്മുടെ ഒറ്റപ്പാലത്ത് എവിടെയും തന്നെ ന്യൂ ഇയർ സെലിബ്രേഷൻസ് ഒന്നും ഇല്ലായിരുന്നു കേട്ടോ. പക്ഷെ നമ്മളെ ന്യൂ ഇയർ അടിച്ചു പൊളിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ മായന്നൂർ പാലത്തേക്ക് തന്നെ വന്നിട്ട് കുറച്ച് നേരം സ്പെൻഡ് ചെയ്തേ. പാലത്തിന്റെ മുകളിൽ നല്ല തിരക്കാവുന്ന കരുതി ഞാനും ഏട്ടനും ഉണ്ണി വേറെയും കുറച്ച് പേര് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. എല്ലാവരും അങ്ങോട്ട് 12 മണിയാവാൻ വേണ്ടി കാത്തു നിൽക്കുക തോന്നുന്നു കേട്ടോ പാലത്തിന്റെ അവിടേക്ക് എത്താൻ വേണ്ടിയിട്ട്. ഞങ്ങൾ എന്തായാലും ഒരു 9 മണിയാകുമ്പോഴേക്കും പാലത്തിന്റെ അവിടെ എത്തി. കുറച്ചു നേരം നടന്നു, ഒരു ഐസ്ക്രീമും കഴിച്ചിട്ട് പിന്നെയും ഞങ്ങളുടെ നൈറ്റ് ഡ്രൈവ് സ്റ്റാർട്ട് ചെയ്തേ. എനിക്ക് ന്യൂ ഇയറിന്റെ തലേന്ന് പുറത്ത് പോകണമെന്ന് പറഞ്ഞപ്പോൾ ഏട്ടൻ കൊണ്ടുപോയതാണ് കേട്ടോ. ഇങ്ങനെ വണ്ടിയിൽ പോകുമ്പോൾ എനിക്ക് സത്യം ഹാപ്പി ന്യൂ ഇയർ എന്ന് പറഞ്ഞ് കൂവാനൊക്കെയാണ് തോന്നിയതേ. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ ഈ ഒരു യാത്രയ്ക്ക്. പിന്നെ നേരെ നമ്മൾ കുറച്ചു മുന്നേ ഡ്രൈവ് ചെയ്യാൻ വെച്ചിട്ട് പോവായിരുന്നു. എനിക്ക് എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് അറിയണ്ടായിരുന്നില്ല. അതൊക്കെയാണ് കേട്ടോ ഈ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. പോണ വഴിക്ക് നമ്മുടെ രഞ്ജുവിനും ചേച്ചീനും ഇല്ലപ്പാപ്പീനെയും ഒക്കെ വഴിക്കൊന്ന് കണ്ടിരുന്നു കേട്ടോ. ഇത് കാണുമ്പോൾ എല്ലാവരും വിചാരിക്കും എവിടെ പോയാലും രഞ്ജുവും കൂടെ ഉണ്ടാവുന്ന. അങ്ങനെയല്ല, ഇവര് ജസ്റ്റ് ഫുഡ് മേടിക്കാൻ പുറത്ത് വന്നതിരിക്കുന്നു. പിന്നെ അതിന് ശേഷം ഞങ്ങൾ നേരെ കുറച്ച് നേരം പാലപ്പുറമൊക്കെ പോയി ലേഡറിൻ്റെ ഇടയ്ക്ക് പോയി കുറച്ച് തിരിച്ചു വരികയായിരുന്നു കേട്ടോ. തിരക്ക് മൊത്തം റോട്ടിലായിരുന്നില്ലെങ്കിലും റെസ്റ്റോറൻറ്റിന്റെ മുന്നിലായിരുന്നു ഫുള്ള് തിരക്ക് എനിക്ക് ഫീൽ ചെയ്തത് കേട്ടോ. അപ്പൊ അവിടെ പോയതിനു ശേഷം ചെറിയ തോതിൽ ഫുഡൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ ന്യൂ ഇയർ അങ്ങോട്ട് ആഘോഷിച്ചിട്ടുണ്ട് പോകുന്നു കേട്ടോ. അപ്പൊ ഇത്രയുള്ള നമ്മുടെ ബ്ലോഗിലേക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കില്ല. അപ്പൊ അടുത്തൊരു വീഡിയോ കാണാൻ എല്ലാവർക്കും ബൈ.